ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചൊരു വലിയൊരു ഇതാണ്, അവിടെ ഫുൾ ഗ്രീനറി ആണ്. ദേ മേക്ക് ഷുവർ ദാറ്റ് നത്തിങ് ഇസ് ഡേർട്ടി ഓൺ ദ ഫ്ലോർ. ഇപ്പം നമ്മൾ എല്ലാ ഒരു 50-100 മീറ്റേഴ്സിനുള്ളിൽ തന്നെ അവിടെ വേസ്റ്റ് ബാസ്കറ്റ്സ് ഉണ്ട്. അത് അവർ ഇട്ടിട്ടുമുണ്ട്, റീസൈക്ലബിൾ ആൻഡ് നോൺ റീസൈക്ലബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ്, നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെറ്റ് വേസ്റ്റ് എവിടെയാണ് ഇടേണ്ടത്, ഡ്രൈ വേസ്റ്റ് എവിടെയാണ് ഇടേണ്ടത് നമുക്കറിയാം. കാരണം നമ്മളെല്ലാവരും നല്ല നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഐ മേക്ക് ഷുവർ ദാറ്റ് പബ്ലിക് ടോയ്ലറ്റ്സ് വിൽ ബി kept separately for women and men, so that people, even if പുറത്ത് നിൽക്കുന്ന സമയത്ത്, if they want to use the washroom, they can go and use it. അല്ല, അതുകൊണ്ട് ആളുകളുടെ ശീലം മാറില്ലല്ലോ. ആളുകളുടെ ശീലം മാറാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മേയറായി കഴിഞ്ഞാൽ സർ, ഞാനൊരു ടീമിനെ കൺസ്ട്രക്ട് ചെയ്യും. എൻ്റെ ഒരു ടീമിനെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഞാൻ സ്കൂളുകളിലേക്ക് വിടും. കാരണം എഡ്യൂക്കേഷൻ ബേസിസ് തുടങ്ങുന്നത് സ്കൂളിൽ നിന്നാണ്. നമ്മൾ LKG തൊട്ട് വളർന്നു വരുന്ന കാര്യങ്ങളാണ്. എത്ര നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും there is a process of unlearning and relearning that is there, but still I feel നമ്മുടെ ഗ്രൗണ്ടഡ് എന്താണോ, നമ്മൾ ബേസിസ് ആയി ഫൗണ്ട് അപ്പ് ചെയ്ത് വരുന്നത് എന്താണോ അത് നമ്മുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ബട്ട് വി ക്യാൻ ചേഞ്ച് ഇറ്റ് വെരി ഗ്രാജുവലി. സോ ഐ തിങ്ക് ഞാൻ മേയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ കൺസ്ട്രക്ട് ടീം, ഐ മേക്ക് എ ടീം and I'll send it to colleges and schools to create awareness and to tell them, okay, cleanliness cheyanam, karanam at the end of the day it is our nature, we are living in this society, we have to live forward. നമ്മൾ ജീവിച്ച് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ബാക്കി നമ്മുടെ ജനറേഷൻസ് ആർ ദെയർ ടു കം. സോ നമുക്ക് നമ്മൾ ചെയ്യുന്ന വൃത്തികേടുകൾ ചെയ്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ദ ജനറേഷൻസ് ദാറ്റ് ആർ ടു കം ആർ ടു സഫർ. സോ ഐ വുഡ് നോട്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. സോ ഐ വുഡ് ഡു ദിസ് സർ. അല്ല നെഹ, ഈ ഒരു ചേഞ്ച് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നെഹ മേയർ ആകണവരെ എന്തിനാ കാത്തിരിക്കുന്നത്? സർ എന്നോട് മേയർ ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ മേയർ ആവേണ്ട ആവശ്യമില്ല സർ. എനിക്ക് തന്നെ ഇപ്പം ഓക്കെ, ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആണ്. അപ്പം എനിക്ക് ഉള്ള ഒരു സർക്കിളുണ്ട്. സോ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ടെൽ മൈ വ്യൂസ് ടു ദെം. ദേ ഓൾസോ ഹാവ് വ്യൂസ്. സോ വി ടോക്ക് ഇറ്റ് ഔട്ട്. ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഐ ടോക്ക് വിത്ത് ദെം ആൻഡ് ഐ ഗെറ്റ് ടു നോ ദെയർ വ്യൂസ് ഓൺ എ certain topic. ഐ കാൺ ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് മൈ ടോപ്പിക് ഓൺ സമ്മൺ എൽസ്. പക്ഷെ ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഷോ ഇന്ന് എത്രയോ പേര് കാണുന്നുണ്ട്. അപ്പോൾ സാർ ഇന്ന് എന്നോട് ഇങ്ങനൊരു ടോപ്പിക്ക് കാണിച്ചു, ഇപ്പം ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ആൻസർ തരുവാണെങ്കിൽ ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഈ ഒരു സ്റ്റേജും അതിനൊരു റീസണാണ്. എനിക്ക് മേയർ ആവണമെന്ന് തന്നെ ഇല്ല. ഞാൻ ഏതൊരു പേഴ്സണാലിറ്റി ആണെങ്കിലും, ഇപ്പം ഞാനൊരു നോർമൽ മനുഷ്യനാണെങ്കിലും ഐ ക്യാൻ ഡു ഇറ്റ്. കാരണം നോർമൽ മനുഷ്യരാണ് മേയർ ആവുന്നത്. നോർമൽ മനുഷ്യർ തന്നെയാണ് വളർന്ന് അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ഡിസയർ, അവരുടെ കോൺഫിഡൻസ്, അവരുടെ പേഷ്യൻസ് എല്ലാം കാരണം വളർന്ന് ഹാർഡ് വർക്ക് എല്ലാം കാരണം അവസാനം എൻ്റെ ചെയ്യുന്നത് അവരുടെ സ്വന്തം പേഴ്സണാലിറ്റി കൊണ്ടാണ്. ഐ തിങ്ക് നോ വൺ ഇസ് ബോൺ ആസ് എ ടോപ്പർ. They build for it, they work hard for it and they become in the top. Thank you sir. ജിബു ചോദിച്ചത്, ഈ ശീലം നമ്മുടെ ആൾക്കാർക്കില്ല. നമ്മൾ അതിന് പരിഹാരമായിട്ട് എവരി 5 കിലോമീറ്റേഴ്സിലോ 1 കിലോമീറ്ററിലോ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ വെക്കാം, വേസ്റ്റ് ബാസ്ക്കറ്റും ഒക്കെ ചെയ്യാം. നേഹ പറഞ്ഞതല്ലേ, ഞാൻ അതൊക്കെ ചെയ്തോളാം. ഞാൻ ചോദിക്കുന്നത്, നെഹയുടെ ഫസ്റ്റ് റൗണ്ട് ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് പറഞ്ഞ് ഒരു മൗണ്ടൻ ഒക്കെ അല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. വൈ ഡോണ്ട് യു ഗിവ് എ മാസ് അപ്പീൽ ടു ദ ടൂറിസം മിനിസ്റ്റേഴ്സ്? അവർ എബ്രോഡൊക്കെ പോയിട്ട് ഈ രാജ്യത്തിനെയും കേരളത്തിനെയൊക്കെ ടൂറിസം മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ, നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഈ ഗസ്റ്റിനെ എങ്ങനെ റിസീവ് ചെയ്യാം എന്നുള്ള നല്ലൊരു ഹോസ്റ്റിനെ ആക്കി നമ്മുടെ ആൾക്കാരെ മാറ്റാനുള്ള ക്യാമ്പയിൻ അല്ലേ ആദ്യം നടക്കേണ്ടത്? യെസ് സർ, അതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളത്. ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുത്തോളൂ നെഹ. നൗ യു ഹാവ് 23 പവർഫുൾ ലേഡീസ് വിത്ത് യു. യെസ് സർ, യെസ് യെസ്. ഈ ഒരു 23 സുഹൃത്തുക്കളെ കൈവിടരുത്. ഈ 23 പേരുടെ ഒരു വലിയൊരു മാസ് പെറ്റീഷൻ എഴുതിയിട്ട് നിങ്ങൾ ഉടൻ തന്നെ ടൂറിസം മിനിസ്റ്റേഴ്സിനായി. അതെ സർ, യെസ് സർ, ഡെഫിനറ്റ്ലി സർ. താങ്ക് യു. ചെയ്യും സർ. ഇവിടെയുള്ള എല്ലാവരും ഡിഫറെൻറ്റ് വ്യൂസ് ആയിട്ടും ഡിഫറെൻറ്റ് ടാലന്റ് ആയിട്ടും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ബോഡി ഷേമിംഗ് ഒക്കെ നേരിടേണ്ടി വന്ന നേഹ 5 വർഷം കഴിഞ്ഞ് കോഴിക്കോട് മേയറായിട്ട് കാണട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Wonderful. And together let's work that plan out. So അങ്ങനെ അടുത്ത 8 contestants ആൻസർ ചെയ്ത് കഴിഞ്ഞു. And it's time for us to welcome the next set of contestants. Thank you so much girls. Yes, ladies and gentlemen, let's give a big round of applause because that was a very interesting set of chat. Very valuable. At the same time, the quality was a bit high as well, right? Top notch. Yes, thanks a lot, Neha, and all the best to you as well. And moving on, let's invite the next set of 7 contestants to join us on the stage. Give me the music. Just give me the music.
to answer the judge's question, I would like to invite contestant number 17, Sri Lakshmi S. Nair. ആൻഡ് ശ്രീലക്ഷ്മിയോട് ഈ റൗണ്ടിൽ ചോദ്യം ചോദിക്കാനായിട്ട് ഞാൻ സജ്ന മാമിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഹായ് ശ്രീലക്ഷ്മി. Hello, ma'am. ശ്രീലക്ഷ്മി പത്രം വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ടി വി കാണാറുണ്ടോ? വല്ലപ്പോഴൊക്കെ. ഓക്കെ, എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട്. ഈ 2-3 ദിവസം മുമ്പ് ട്രിവാൻഡ്രത്തൊരു കാര്യം നടന്നിരുന്നു. ഞാൻ പറയാം എന്താന്ന്. ഒരു ഫ്ലാറ്റിൻ്റെ കുറച്ച് ആൾക്കാർക്കുള്ളൊരു പ്രശ്നമായിരുന്നു. ആൺ സുഹൃത്ത് അവിടെ താമസിക്കുന്ന പെൺകുട്ടികളെ കാണാൻ വരുന്നു എന്നായിരുന്നു അവരുടെ കംപ്ലൈൻറ്റ്. അത് കാരണം അവർ വലിയൊരു നോട്ടീസൊക്കെ അടിച്ചു. അത് ടി വിയിൽ വന്നു, പത്രത്തിൽ വന്നു, എല്ലാം വന്നു. ബാച്ചിലേഴ്സ് താമസിക്കാൻ പാടില്ല, ഇത്ര സമയം കൊണ്ട് ആൺകുട്ടികൾ പുറത്തു പോകണം, അഥവാ കാണാൻ വന്നാൽ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാൻ വന്നാൽ അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ഇപ്പോഴും ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു റൂമിലിരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ അവരും ചോദിച്ചു തിരിച്ച്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? Thank you for the question, ma'am. Being someone from this generation, I am someone ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാനും. ഞാൻ പുറത്താണ് പഠിക്കുന്നത്, അവിടെയും ഞാൻ ഇതേപോലെ റൂം എടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഐ വുഡ് നെവർ സേ ദാറ്റ് ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഒരേ റൂമിൽ ഇരുന്നാൽ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് താമസിച്ചാൽ അതിനൊരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നോട്ട് എവറി ടൈം വാട്ട് വി എക്സ്പെക്ട് ഇസ് വാട്ട് ഹാപ്പൻസ്. ഒരു ആൺകുട്ടിയെ ഒരു ഫ്രണ്ടായി കാണുന്നത് പോലെ തന്നെ ഒരു പെൺകുട്ടിയും ഒരു ഫ്രണ്ടായി കാണുന്ന പോലെ തന്നെ എന്താണ് വ്യത്യാസം അതിൽ? ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ലേ അത്. പക്ഷെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. ആർക്കാണ് പ്രശ്നം? സൊസൈറ്റി, മാം. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ. അതെങ്ങനെ മാറ്റിയെടുക്കും? അത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാം തുടക്കത്തിലേ വന്ന് എന്താ പറയുക, എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ, അങ്ങനെയാണല്ലോ പറയാം. സോ വി ഷുഡ് ടീച്ച് എവ്രി വൺ ടു ലുക്ക് അറ്റ് ഈച്ച് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ഈക്വലി. കാരണം ഒരു ആൺ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പെൺ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ആണും പെണ്ണും രണ്ടുപേരും ഒരേപോലെ, അവർക്കുള്ള വാല്യൂസും അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും എല്ലാം ഒരേപോലെ. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വളർന്നു വന്നാലേ ഇങ്ങനത്തെ ഒരു ചിന്താഗതിക്ക് ഒരു പിന്നോക്കം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ നാളായിട്ട് ഇത് പറയുന്നുണ്ട് ആൾക്കാർ, പക്ഷെ എന്നിട്ടും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. അപ്പം അതിനെന്താ ചെയ്യുക? മാം, പ്രാവർത്തികമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ വളർന്നു വരുന്ന തലമുറയിലും ഞാൻ കണ്ടുവരുന്ന ഒരാൾക്കാരുടെ ഇടയിലും ഞാനിപ്പോൾ പറഞ്ഞ ചിന്താഗതി വളരെ അധികമാണ്. ഈ ഒരു തലമുറ ഒരു 5 വർഷം കൂടി കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും ജനിച്ച് വളർന്ന പുതിയ തലമുറ കേൾക്കുക. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം ഐ ബിലീവ് ദാറ്റ് there would be a change happening. കാരണം we can't just remove a social cost like this suddenly from the society. ഒരു ഗ്രാജുവൽ ചേഞ്ച് ഇല്ലാതെ ഒരു എന്താ പറയുക പെട്ടെന്ന് വന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ വിശ്വസിക്കണം അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ചിന്താഗതി ആവേണ്ടത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു ചേഞ്ച് ഉണ്ടാവില്ല. എവറിത്തിങ് ബിഗിൻസ് അറ്റ് ദ ഗ്രാസ് റൂട്ട്. സോ എല്ലാം പതുക്കെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോയാലേ കാര്യങ്ങൾ മാറുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോണ്ട് യു തിങ്ക് ചില ഈ ഫ്രീഡം ഇവർ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? മാം, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ ചിലവർ എന്നുള്ളൊരു ക്യാപ്ഷൻ വെച്ചിട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സൊസൈറ്റി എന്നുള്ള കാര്യങ്ങൾ ഈ മീഡിയ, ആസ് ഐ എം എ മീഡിയ സ്റ്റുഡൻറ്റ്, അപ്പോൾ ഞാൻ പറയട്ടെ, ലൈക്ക് മീഡിയ സ്റ്റുഡൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുകയാണ്, ഈ നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ് കൂടുതലും പോർട്രേ ആവുക. അപ്പം ഇങ്ങനെ പോർട്രേ ചെയ്യുമ്പം ദ റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ബിലീവ്സ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ലൈക്ക് എല്ലാവരുടെയും ഇടയിൽ ഇതാണ് നടക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോ ഒരുമിച്ചിരുന്നാലോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോ ഒരേ വീട്ടിൽ താമസിച്ചാലോ ആ ഒരു ചിന്താഗതി വരുന്നത്. അല്ലാതെ അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നോ നല്ല ബന്ധമാണെന്നോ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്തുമാവട്ടെ അതൊരു മിസ്യൂസ് അല്ല എന്നുള്ളൊരു ആസ്പെക്ട് കൊണ്ടുവരണമെന്ന് ഐ ബിലീവ്. wanted to add a bit of a funny note to that. ഞാനൊരു 10 വർഷം മുമ്പാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്ന് താമസിക്കുന്നത്. സിംഗിൾ വുമൻ ആൻഡ് ബിൽഡിങ്ങിൽ എന്താണ് കപ്പിൾസിനെ കൊടുക്കത്തുള്ളൂ. ദർ ഹാസ് ടു ബി എ മെയിൽ നെയിം. സോ എൻ്റെ ലീസിൽ എൻ്റെ പട്ടിയുടെ പേരാണ്. ഓക്കെ, സോ ദ ലീസ് വാസ് ടു റോസി വാലന്റീനോ ആൻഡ് നൂതൻ മനോഹർ. Now she also mentioned, ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നു. Is there a misuse? മാം, മിസ്യൂസ് എന്ന് പറയാൻ പറ്റില്ല മാം. ഇറ്റ്സ് like everything is their personal rights. Like every individual has their own rights. You can't tell that if I am doing something that might sound wrong to you, but that doesn't mean that what I'm doing is wrong. Everything has its both sides. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാൾക്ക് അത് കാണുമ്പോൾ അത് തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ അത് ചെയ്യുന്നത് is because I feel that is right for me. അപ്പം അങ്ങനെയുള്ളപ്പം the term misuse cannot be really used over here. It's kind of subjective over here. എന്ത് രീതിയിലാണ് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ് ഇവിടെ നോക്കേണ്ടത്. കാരണം
as I said, right to life and liberty. That's something that we should acknowledge. So, Can I ask you something? sure, sir. See, when I was young too, to get a room to stay in as a bachelor was very difficult. Now, the main objection to that, like you said, is ഈ മിസ്യൂസും പെണ്ണുങ്ങൾ വന്ന് കാണുന്നൊന്നുമല്ല. The thing is, the question brought up is always, there are families around who will have children. And it is the influence on these children, which is, to put it in very strong words, it's not a very Indian thing, you know, living together, and it's only the modern times on a very sparse basis too still. This, how do you counter this idea that the children will be influenced? If you go and ask majority of the flat owners who don't give it to bachelors, it is this aspect that they bring up, that these are family kind of places where the children could get misled or influenced or whatever it is. How would you address that? Thank you for the question, sir. Sir, as I said, everything starts from the grassroots level, right? So, as you said that this aspect of influencing children comes into play. When that comes into play, you can tell that, what do I say? There's, like, if we start teaching the children that there is no difference between, for example, I'll tell you, if I am 23 years old and I'm single, okay, and I'm not single, I'm committed, I'm dating someone, just imagine that the situation. And we both are staying together. What difference does it make if I'm 23 and married and I'm having a guy staying with me, like my husband? The aspect is that both of them are couples. You know, only the aspect of marriage comes there because in India, that's what we conventionally believe. It's a cultural thing. It's a cultural thing, exactly, So how sir. could you go against that? So this is not really going against, sir. Having a culture does not mean that you can restrict someone else's right, right? No, your right has not, it's not limitless. Your rights, first you have obligations, you have duties, then only you can claim your rights. Yes, Isn't it? sir. Isn't Sir, it? but Only if you do your duty can you claim a right. sir, doing our duty is different from living our life, sir, isn't it? Like, There is a duty to society, man. sir, there is a duty to society, sir, but I don't think there would be a harm if you're trying to live your life without harming a second person there, sir. Influencing a children is just a subjective thought. That's something hypothetical. You never have a proof for it. Children are always influenceable. There is no No, I meant subjectivity like in in that. this aspect, just looking at the two couples staying together, it's not really possible that they would want, you know, to get into a relationship and live like that unless and until they find the right person. It's not like they are influenced, like, you know, like they're just influenced because they see someone staying together that they just want to go and stay. No, they are not in the position at that stage. But what would happen as they progress in life? It's like, how do most children start smoking, for instance? It's peer group pressure, and if they have their father smoking or something, it's influenced. They get influenced by these things. And that is the major objection that families in flats have to this. Sir, unlike smoking, I think over here two people are getting involved over here, right? Isn't it? So when two people are getting involved, two different ideologies come into play. So it's not that if I want to stay together with someone and I have a guy for me, I just can't force him to stay together with me. He would have grown up through a different lifestyle or a different platform or a different cultural background. So I feel that both the different ideologies, when it comes to play, it has an influence on the decisions being taken, sir. I'll leave it at that. Thanks, sir. Thank you. Thank you so much for sharing your perspectives. And I must say, different aspects of the matter was discussed there. പേടിക്കണ്ട കേട്ടോ, ഒരു ജേർണലിസം സ്റ്റുഡന്റ് ആയതുകൊണ്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കിയതാ. I think all the questions are turning into a wonderful interaction or discussion now, which is good. Moving on to the next contestant, Nandana Sandosh. Yes, and this time let me request Sandeep sir to ask her the question. Hello, Nandana. Hello, sir. കിഡ്സിനെയാണ് നമ്മൾ കൂടുതലും കാണാറ്. ആൻഡ് ഓൾ ദ പേരൻസ് വുഡ് ലവ് ദെയർ കിഡ്സ് ടു സ്പീക്ക് ഇംഗ്ലീഷ് റാദർ ദൻ മലയാളം. സോ ഹൗ